ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇതൊരു ബിഗിനേഴ്സ് ലെവൽ വീഡിയോ ആണ്. എന്താണ് ട്രേഡിങ്, എന്താണ് ഓപ്ഷൻ ട്രേഡിങ്, ഓപ്ഷൻ ചാർട്ട് എന്താണ്, ഓപ്ഷൻ ഗ്രീക്സ് എന്താണ്, ഡാറ്റ എന്താണ്, ഓപ്ഷൻ ചെയിൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. ഒരാൾ ട്രേഡ് എടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കുറേ വേർഡ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പഠിക്കണം എന്നല്ല പറയണത്, ഇത് മനസ്സിലാക്കുന്ന സംഭവങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്രീ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക ബിഗിനർന്ന്, എന്നിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവുക, എനിക്ക് DM ചെയ്ത് ചോദിക്കുക, ഞാൻ ആ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ബിഗിനർന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപ ക്യാപിറ്റലുണ്ട്, അല്ലെങ്കിൽ ഒരു 50,000 രൂപ ക്യാപിറ്റലുണ്ട്. ഏത് സെഗ്മെൻറ്റാണെങ്കിലും ശരി, ക്യാപിറ്റലാണ് അവിടുത്തെ വിഷയം കേട്ടോ ഇന്നത്തെ ടോപ്പിക്കിൽ. അപ്പോൾ നിങ്ങളൊരു 50,000 ക്യാപിറ്റലുള്ള ആളാണ്, 10,000 ക്യാപിറ്റലുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ബൈ എടുക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായാലും നിങ്ങൾക്കൊരു ബൈ കിട്ടി. ഇപ്പോൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും ശരി, നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും ശരി, നമുക്കൊരു ബൈ കിട്ടി. നിങ്ങൾ എങ്ങനെയാണ് ഒരു ബൈ എടുക്കുന്നത്? നിങ്ങൾ എത്രയാണ് ബൈ എടുക്കുന്നത്? ലോട്ട് എത്രയാണ് എടുക്കുക? അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബൈ എടുക്കുന്നുണ്ടാവുക ഞാൻ പറയണത് ഒരു 50% ആൾക്കാരുടെ കാര്യം പറയണത്, നല്ല എക്സ്പീരിയൻസ്ഡായ ആൾക്കാരുടെ കാര്യമല്ല പറയണത്. ഈ 50% ആൾക്കാർ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മെൻറ്റാലിറ്റിയുള്ള കുറേ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഒരു 10,000 രൂപയുണ്ട്, നിങ്ങൾക്കൊരു 50 രൂപയുടെ ഷെയർ 75 മേടിക്കുക. ഒരു 100 രൂപയുടെ ഷെയർ, ഇപ്പോൾ 100 രൂപ പ്രീമിയം വരുന്ന നിഫ്റ്റി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു ലോട്ട് മേടിക്കണമെങ്കിൽ 7,500 രൂപ വേണം, 2 ലോട്ട് മേടിക്കണമെങ്കിൽ 15,000 രൂപ വേണം. അപ്പോൾ ഇത് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഒരു 10,000 രൂപയാണ്, ഒരു 15,000 രൂപയാണ് നിങ്ങൾ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കറക്റ്റ് എമൗണ്ടിലേക്ക് എത്തിക്കണ രീതിയിൽ നിങ്ങൾ ലോട്ട് എടുക്കാറുണ്ടോ? അതായത് 15,000 രൂപയ്ക്ക് എനിക്ക് മേടിക്കാൻ പറ്റും, അപ്പോൾ ഞാൻ ഇത്ര ലോട്ട് എടുക്കാം, എനിക്കെടുക്കാം, ഈ ട്രേഡ് എടുക്കുക, ഇത്ര ലോട്ട് എടുക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടെന്ന് വിചാരിക്കണം. നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് ലോട്ട് ബുക്ക് ചെയ്യണ പരിപാടി. അതായത് 200 രൂപയുടെ പ്രീമിയം ആണെങ്കിൽ ഇവർ ചിലപ്പോൾ ഒരു ലോട്ട് എടുക്കുകയുള്ളൂ. പക്ഷേ ഇത് 100 രൂപയുടെ പ്രീമിയത്തേക്ക് എത്തുമ്പോൾ 2 ലോട്ട് എടുക്കും, 50 രൂപയ്ക്ക് എത്തുമ്പോൾ 4 ലോട്ട് എടുക്കും. അങ്ങനെ ലോട്ട് സൈസ് നിങ്ങൾ കൊണ്ടുവരുന്ന ആളാണോ? നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയുണ്ടോ അത്രയ്ക്കും ലോട്ട് എടുക്കും, അത്രയ്ക്കും ട്രേഡ് ചെയ്യും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടിയാണ്. നിങ്ങൾ ആ ലോട്ടിന് നോക്കിയിട്ട് നിങ്ങളുടെ ക്യാപിറ്റലിനെ നോക്കാണ്ട് പ്രീമിയത്തിൻ്റെ പ്രൈസ് അനുസരിച്ച് ക്യാപിറ്റൽ ഉണ്ട് നോക്കിയിട്ട് ക്യാപിറ്റൽ ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ള ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ. കാര്യം മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് റേറ്റിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പല ലോട്ടാണ് എടുക്കണത്. പോരാത്തിന് നിങ്ങൾ പൈസ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യണത്. മെയിൻ ടോപ്പിക് അതാണ്. നിങ്ങൾ എടുക്കണത് പൈസയിലാണ്. നിങ്ങൾ ലോട്ട് നോക്കിയിട്ടല്ല, അതിലത്തെ റിസ്ക് നോക്കിയിട്ടല്ല, പ്രോഫിറ്റ് നോക്കിയിട്ടല്ല. ബേസിക്കലി അതൊക്കെ ചെയ്യേണ്ടത് പ്രോഫിറ്റിലാണ് കേട്ടോ. എത്രത്തോളം നല്ല പ്രോഫിറ്റ് വരണം എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത്. പക്ഷേ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഇത്ര കിട്ടണമെന്നില്ല, ലോസ് അറിയുന്നില്ല. എല്ലാം റിസ്ക്കാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്നത് ഫുള്ള് റിസ്ക്കാണ്. ഇങ്ങനത്തെ ട്രേഡ് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഇനി അങ്ങോട്ട് ചെയ്യാൻ പാടില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. ഞാൻ കടന്നു പോയിട്ടുള്ള മേഖലയാണ്, നിങ്ങളും കടന്നു പോയി കൊണ്ടിരിക്കുന്ന മേഖലയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണൊരു പരിപാടി തന്നെയാണ് ഇത്. ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ പ്രോ ട്രേഡേഴ്സിൻ്റെ കാര്യമല്ല പറയണത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണത്? അങ്ങനെ ചെയ്യണം കാരണം നിങ്ങൾക്ക് എക്സാക്റ്റ് ഏത് പ്രൈസിലാണ് മേടിക്കണത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എക്സാക്റ്റ് ബൈയിങ് അല്ലെങ്കിൽ എൻട്രി പ്രൈസ് കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതവിടെ എത്തുമ്പോൾ എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കാം, എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കാം. നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് പ്രൈസിലാണ്, എനിക്കറിയാം പ്രൈസിലാണ് ബൈ വരിക. അപ്പോൾ ഞാൻ കറക്റ്റ് പ്രൈസിലാണ് എടുക്കുക. അപ്പം നമുക്ക് ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പോ നമുക്ക് പ്ലാൻ ചെയ്തിരിക്കാൻ പറ്റും. ഞാൻ ഇത്ര ലോട്ട് എടുക്കുള്ളൂ, ഇത്ര രൂപയ്ക്ക് ഇത്ര ലോട്ട്, ബാക്കിയൊക്കെ റിസർവായിട്ട് അവിടെ ഇരുന്നോളൂ. എനിക്ക് പറഞ്ഞ റിസ്ക് ഇത്രയാണ്, പ്രോഫിറ്റ് ഇത്രയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ വരിക. മനസ്സിലായില്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു സക്സസ് റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടും വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ നോക്കിയിട്ട് ലോട്ട് നോക്കണതും ലോട്ട് നോക്കിയിട്ട് ക്യാപിറ്റൽ നോക്കണതും രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ക്യാപിറ്റൽ 10,000 ഉണ്ടെങ്കിൽ 10,000 ലോട്ട് മേടിച്ച് കൂടുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറുക. നമുക്ക് ലോട്ട് ഇത്ര എടുക്കാനേ പറ്റുള്ളൂ. ക്യാപിറ്റൽ എത്രയും ഉണ്ടെങ്കിലും നമുക്ക് 50,000 ഉണ്ടാവും, 1,00,000 ഉണ്ടാവും, 1 കോടി ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ലോട്ട് ഫിക്സഡ് ആക്കണം. നിങ്ങൾ എടുക്കണ പ്രൈസ് കണ്ടുപിടിക്കണം. അതൊരു എൻട്രി പ്രൈസ്, ലോട്ട് മാനേജ്മെൻറ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അവിടെയാണ് കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി
ഔട്ട് ഓഫ് ദ സിലബസ് ആണ് കാര്യം പറയണത്. നിഫ്റ്റി ചാർട്ട് നമ്മൾ കാണണ്ടല്ലോ. ഈ നിഫ്റ്റി ചാർട്ടിൽ പല ടൈപ്പ് ട്രേഡിങ് ടെക്നിക്കുകളുണ്ട് കേട്ടോ. ഞാൻ ഒന്നിനെയും കുറ്റം പറയണതല്ല, ഒന്നും റെഡി ആവില്ല വർക്കാവില്ല എന്ന് പറയണതല്ല. അപ്പോൾ നിഫ്റ്റി ചാർട്ടിൽ നിങ്ങൾ എപ്പോഴും ഒരു സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടോ ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ടോ അവൻ ട്രേഡ് ചെയ്യേണ്ട ഇഷ്ടം ആൾക്കാർ ചെയ്യണവരുണ്ട്, പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. അവരിനല്ല പറയണത്, തികച്ചും അറിയാത്ത ആൾക്കാർ. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് SMC, ICT, പ്രൈസ് ആക്ഷൻ, അത് ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ്, പല ടൈപ്പ് മെത്തേഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടെ പാറ്റേൺസ്, ക്യാൻഡിൽ സ്റ്റിക്സ്, ഹാമർ വന്ന് അങ്ങനെ, ഡോജി വന്ന് ഇങ്ങനെ, എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നിൽക്കണം, ഓരോ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ നിൽക്കണം. SMC ആണെങ്കിൽ ICTയിൽ ഇതൊക്കെ തന്നെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുമ്പോട്ട് വയ്ക്കണ കാര്യം ഇതൊക്കെയും നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ചെയ്യണം. പക്ഷേ നിങ്ങളാണോ മാർക്കറ്റിലത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ? നിങ്ങളുടെ ഫണ്ടാണോ ഈ ക്യാൻഡിൽസിനെ മൂവ് ചെയ്യിപ്പിക്കണത്? നിങ്ങളുടെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പോയിൻ്റ് ഒന്നും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? 100 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു ക്യാൻഡിലാണെങ്കിൽ നിങ്ങളതിലൊരു 1000 രൂപ ലെവലിലാണ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അപ്പോൾ ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയ ഇൻവെസ്റ്റ് ചെയ്യണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയണ, FIs എന്ന് പറയണ, ഫണ്ട് ഹൗസുകൾ എന്ന് പറയണ കുറേ ടീമുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ലേ നിങ്ങൾ ഈ പഠിച്ചിരിക്കണ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ? ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കാര്യങ്ങൾ. ഞാൻ പിന്നെയും പറയാണ്, സംഭവങ്ങളൊക്കെ വർക്ക് തന്നെയാണ്. പക്ഷേ പല ടൈമിലും SLകൾ പോവും. SL ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. SL എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നു അപ്പോഴാണ് സക്സസ് റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ ടോപ്പിക്ക് ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർക്കറിയാം. ഇവർക്ക് മാനിപ്പുലേഷൻസ് ചെയ്യാൻ വളരെ ഈസിയാണ്. മനസ്സിലായില്ലേ? ഒരു ബിഗിനർക്ക് ഇതൊന്നും അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിലത്തെ പുതിയ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റില്ല, പുതിയ പുതിയ മെത്തേഡുകൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മെത്തേഡുകളാണ്. നമ്മളെപ്പോഴും ഒരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം, മാക്സിമം മാർക്കറ്റിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റഡികൾ, അതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പഠിക്കണം എന്നല്ല പറയുന്നത്, അറിഞ്ഞിരിക്കേണ്ടത്. ഇതും അറിഞ്ഞിരിക്കണം, അതും അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്കൊരു 100% പോട്ടെ, ഒരു 80% ട്രാപ്പുകളിൽ നിന്നും ഒഴിവാകാൻ പറ്റുക. 100% ട്രാപ്പിൽ നിന്ന് ഒഴിവാകാൻ ആർക്കും പറ്റില്ല. അതിനും കാരണമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് ഫണ്ട് ഹൗസുകളാണ്. നമ്മളുടെ എല്ലാ പൊസിഷൻസിലും ഇവരുണ്ടാവും. മനസ്സിലായാലും. അപ്പോൾ അത്രയും വലിയ ഫണ്ടിനെതിരെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അവരുടെ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഫണ്ട് വളരെ കുറച്ചാണ്, നമ്മുടെ SLകൾ വളരെ കുറച്ചാണ്. വലിയ SL വയ്ക്കണവരുടെ കാര്യമല്ല, ചെറിയ SL. ഞാൻ SL ചെറുതാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് ഫണ്ടായി പോകും. മനസ്സിലായാലും. അത് ഫണ്ടിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഷോർട്ട് നിൽക്കുന്ന ഫണ്ടുകളുടെ ഒരു എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ മെത്തേഡുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഴയ മെത്തേഡുകൾ തന്നെയാണ് ഈ പഠിച്ചുകൊണ്ട് പോകുന്നത്. ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ, ഇൻബാലൻസ്, ലിക്വിഡിറ്റി ഞാൻ കുറ്റം പറഞ്ഞില്ല, ലിക്വിഡിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. എക്സാക്ട് ലിക്വിഡിറ്റിയിൽ പുതിയ പുതിയ മെത്തേഡുകൾ നമ്മൾ പ്രയോഗിക്കണം, എന്നാലാണ് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവർക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അറിയാം. അവിടെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഓർഡർ എടുക്കുമ്പോൾ അവർക്കറിയാം, അതിൻ്റെ അടിയിൽ SLകൾ ഉണ്ടാവുന്ന അവർക്കറിയാം. അതേപോലെ തന്നെ ഒരു വിക്ക് വന്നിട്ട് തുടക്കം അവിടെ SL കണ്ടിട്ടാവും മാർക്കറ്റ് മൂവ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു പുതിയൊരു സ്റ്റഡിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. ഇങ്ങനത്തെ ഒരു സ്റ്റഡി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. ഒരാളും ചെയ്യണ്ടാവില്ല. നമ്മൾ പിന്നെ സ്ട്രൈക്ക് ചാർട്ടിലാണ് ചെയ്യണത്. നമ്മൾ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ട് എന്നാൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ ട്രേഡ് എടുക്കാം. സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടല്ല ഒന്ന് ചെയ്യണത്, നമ്മൾ എക്സാക്റ്റ് പ്രൈസിലാണ് ചെയ്യണത്. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ തരണത് എൻട്രി പ്രൈസാണ്. ഇന്നൊരു പ്രൈസിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതിന് റൂൾസ് ഉണ്ട്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ആദ്യം കയറണം, പിന്നെ റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ചെയ്യണം ആ ലെവലിൻ്റെ മുകളിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം SL വരാറില്ലെന്ന്. ഇന്ന് SL ആണ്. നമ്മളിന്ന് ആകെ 3 ട്രേഡ് എടുത്താണത്. അതിൽ 2 SL ആണ്, ഒരെണ്ണം കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 1-2 രൂപ SL തന്നെയാണ് കേട്ടോ. മനസ്സിലായില്ലേ? ടോട്ടൽ 10-25 പോയിന്റ് SL തന്നെയാണ്. അപ്പോൾ ടോട്ടൽ SL ഉള്ളൂ. ഒന്ന് വേറെ ട്രേഡ് എടുക്കാമെന്നൊന്നുമില്ല. പെയ്ഡിലാണെങ്കിലും ഫ്രീയിലാണെങ്കിലും വേറെ ട്രേഡിക്കൊന്നും പോയിട്ടില്ല. എന്നാകെ 3 ട്രേഡൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ SL തന്നെയാണ്. അപ്പോൾ അതിനുള്ള ആൻസറാണിത്. അപ്പോൾ നിങ്ങൾ എത്ര വലിയ സ്ട്രാറ്റജി കണ്ടുപിടിച്ചാലും SL പോവും. ഇതിന്നൊക്കെ എത്രത്തോളം ഒഴിവാകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയണത്.
മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ശതമാനം കണക്കുണ്ട്. 100% 80% നിങ്ങൾക്ക് ട്രാപ്പുകൾ ഒഴിവാകാം. അതാണ് ഞാനവിടെ മുമ്പോട്ട് വയ്ക്കണ എൻ്റെ സ്റ്റഡി, എൻ്റെ ഒരു കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആ കോഴ്സ് പഠിക്കാം. വലിയൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോഴ്സാണ് അത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ മാക്സിമം ഫ്രീ ഗ്രൂപ്പിൽ കയറാം കേട്ടോ. ഫ്രീ ഗ്രൂപ്പിൽ കയറിയിട്ട് നമ്മൾ പറഞ്ഞ ട്രേഡുകൾ നോക്കുക, അതിലത്തെ പെർഫോമൻസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. വെറുതെ ഞാൻ ഈ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് വെറുതെ ഹെയ്റ്റ് അടിച്ചിട്ട് ഹെയ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയാണ്, അങ്ങനെ ഹെയ്റ്റ് കമൻറ്റ് ഉള്ളവർ ഒരു വട്ടം ചിന്തിക്കുക. നിങ്ങളൊന്ന് ഫ്രീ ഗ്രൂപ്പിൽ കയറിയിട്ട് ഒരു 5 ദിവസം ഒരാഴ്ച ഒന്ന് ട്രേഡിങ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഇത് 25,000 P ആണ്. നിങ്ങൾ നോക്കുക, 198.30 ഞാൻ പറഞ്ഞ പ്രൈസ്. അതിൻ്റെ മുകളിൽ ഒരു വട്ടമാണ് ക്യാനിൽ കയറിയിട്ട് നമുക്ക് റെഡ് ക്യാനിൽ റിജക്ഷൻ വന്നതാണ്. ഇത് SL ആണ്. ഡയറക്റ്റ്ലി 2 ക്യാനിലൂടെ SL പോയതാണ്. പിന്നെ ട്രൈ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാൻഡിൽ ക്ലോസ് അടിയിലാണ് കിട്ടിയത്. അവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ മാർക്കറ്റിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നിട്ടില്ല, നമുക്ക് നോക്കിയിരിക്കേണ്ട കാര്യമുള്ളൂ. 82,400 P നമ്മുടെ എൻട്രി പ്രൈസ് 612 ആണ്. 612 മേടിക്കേണ്ട കാര്യമുള്ളൂ. അതായത് നമുക്ക് ഇഗ്നോർ ചെയ്തിരിക്കുക. ഇത് 25,100 C ആണ്. ഇത് നമുക്കൊരു കോസ്റ്റ് ആണ് കേട്ടോ. 2 പോയിൻ്റാണ് SL എന്നാണത്. വരികയാണെങ്കിൽ 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് അത്ര തന്നെ വരുള്ളൂ. SL ഫുള്ളായിട്ട് പോകേണ്ട കാര്യമില്ല. 10 ക്യാൻഡിലാണ് എപ്പോഴും ഓരോ ട്രേഡിൽ നമ്മൾ നോക്കുക. 10 മിനിറ്റിൽ പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ എക്സിറ്റ് അടിക്കുക. അതങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അത് നിങ്ങൾക്കും പഠിക്കുക കേട്ടോ. അപ്പോൾ 2 പോയിൻ്റാണ് SL വന്നത്. ഇത് 82,600 C. 82,600 നേരത്തെ 10 ക്യാൻഡിലെ മെത്തേഡ് തന്നെയാണ്. ഒരു 8 പോയിൻ്റാണ് SL വരേണ്ടാവുക. കാരണം നോർമൽ SL 40 പോയിൻ്റാണ്. ഇത് 8 പോയിന്റ് അടിയിലേക്ക് തന്നെ വന്നേക്കണത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇന്നൊരു മെച്ചമുള്ള ദിവസമായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഈസി ആയിട്ട് റിക്കവർ ആക്കാൻ പറ്റും. ഒറ്റ ട്രേഡിൽ തന്നെ നമുക്ക് റിക്കവർ ആക്കാൻ പറ്റും. 10 മിനിറ്റിൽ ഫുൾ ടാർഗറ്റ് പോലെ ഇഷ്ടം പോലെ ട്രേഡുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. 4 മിനിറ്റിൻ്റെ ഫുൾ ടാർഗറ്റ് വന്നു, 7 മിനിറ്റിൽ ഫുൾ ടാർഗറ്റ് വന്നു, 1 മിനിറ്റ് ഫുൾ ടാർഗറ്റ് വന്നു. അത്രയും വലിയ മൊമെൻ്റൊക്കെ അയച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ ട്രേഡുകളൊന്നും വിഷയമില്ല. നമുക്ക് ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ എല്ലാവർക്കും ഹ്യൂജ് പ്രോഫിറ്റിക്ക് പോലെ മെത്തേഡുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കലാണ്. ഇതാണ് സംഭവം ചെയ്യേണ്ടത്. ഇന്ന പൊസിഷൻ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതാണ് ഞാൻ പഠിപ്പിക്കണത്. ഞാൻ എന്താണോ ചെയ്യണത്, ഞാൻ എങ്ങനെയാണ് ഒരു പ്രൈസ് കണ്ടുപിടിക്കണത്, ഒരു സ്ട്രൈക്കിൽ എങ്ങനെയാണ് ഒരു എൻട്രി പ്രൈസ് കണ്ടുപിടിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുക. മനസ്സിലായില്ലേ? പഠിപ്പിക്കുക മീൻസ് പറഞ്ഞു തരിക. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേ ആവും കേട്ടോ. നിങ്ങൾക്ക് വളരെ ഈസിയാണ് സംഭവം നോക്കിയിരിക്കാനും എൻട്രി എടുക്കാനും ഒക്കെ. അതൊരു ഈസി മെത്തേഡാണ്. പലർക്കും സംശയങ്ങളുണ്ടാവും, ഈസി ആണോ നോക്കി. ഇത് ഈസി തന്നെയാണ്. ട്രേഡിങ് വളരെ ഈസിയാണ്. നിങ്ങളത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു വലിയൊരു മെറ്റീരിയലാണ് ട്രേഡിങ്. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല. ഓപ്ഷൻ ബയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടാസ്ക് അല്ല. ഓപ്ഷൻ സെല്ലേഴ്സിന് കുഴപ്പമില്ല, വലിയ ലോസുകൾ വരും സെല്ലേഴ്സിന്. പക്ഷേ അവരൊക്കെ അവിടെ കറക്റ്റ് SL ഇട്ട് ഇറങ്ങിക്കോളും. പക്ഷേ ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് വളരെ റിസ്കി ആണ് എല്ലാ ദിവസവും. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി പ്രൈസ് കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ തന്നെ, അങ്ങനത്തെ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുക. നമുക്ക് എക്സാക്റ്റ് എൻട്രി പ്രൈസ് വേണം. ഏത് ട്രേഡറാണെങ്കിലും 10-20 ഇടയിൽ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മേടിക്കും. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അതാ. പല ഗ്രൂപ്പിലും കയറിയിട്ടുണ്ട്, ഞാനും പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ചാണ് എപ്പോഴും. ചിലപ്പോൾ ഒരു 10 രൂപയുടെ റേഞ്ചിൻ്റെ ഉള്ളായിരിക്കാം, ചിലപ്പോൾ 10-50 റേഞ്ചിൻ്റെ ഉള്ളായിരിക്കാം. ഒരു ബോക്സ് വരച്ചിട്ടിട്ട് അവിടെ ക്ലിക്ക് ചെയ്യണ നേരത്തെ എടുത്തോളാനാണ് പറയുക. അവിടെ എവിടെയാണ് നമ്മൾ എടുക്കേണ്ടത്, എക്സാക്റ്റ് പോയിന്റ് ഏതാണ് എൻട്രി എടുക്കാൻ. നമുക്ക് ഈസി ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു 10-20 ഇടയിൽ മേടിച്ചു, അല്ലെങ്കിൽ 10-50 ഇടയിൽ മേടിച്ചു. പ്രൈസ് കേട്ടോ, നമ്മൾ പ്രൈസിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു 10-30 കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നിഫ്റ്റിയുടെ പ്രീമിയം 10 രൂപയ്ക്കും 30 രൂപയ്ക്കും ഇടയിൽ വരുന്ന നേരത്ത് ബൈ എടുക്കാം. അങ്ങനത്തെ കൺസെപ്റ്റിൽ നിങ്ങൾ എവിടെ മേടിക്കും, എവിടെ SL ഇടും, എത്ര SL ഇടും, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. എൻ്റെ മുമ്പുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ശീലിച്ച ആൾക്കാർക്ക് അങ്ങനെ മേടിച്ച് പോകാം കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ശീലമല്ല. എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും പെയ്ഡ് ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കോഴ്സിൽ ഞാനെല്ലാം പഠിപ്പിക്കും. അത് വേറെ കേസ്. നമ്മൾ കറക്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. കറക്റ്റ് പ്രൈസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും, എത്ര രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും ഒക്കെ മനസ്സിലാവുള്ളൂ. ഞാനിവിടെ ഡിസ്കൗണ്ട് വയ്ക്കുന്നത് ആകെ 1 രൂപ 2 രൂപയാണ്. ഞാൻ കൊടുക്കുന്നത് ഒരു 100 രൂപയെന്ന് വെക്കി. 101 102 അവർക്ക് മേടിക്കാം. അങ്ങനത്തെ ഒരു ഐഡിയ എപ്പോഴും നമ്മളെ ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനും പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനും ഉണ്ട്. അങ്ങനത്തെ ഒരു ഐഡിയയിലേക്ക് എല്ലാവർക്കും പറ്റും. അങ്ങനത്തെ ഒരു ഐഡിയയിലേക്ക് എല്ലാവർക്കും വരാൻ പറ്റണം. എന്നാലാണ് സക്സസ് റേറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സക്സസ് റേറ്റ് വരും കേട്ടോ. നിങ്ങൾ ചാടിക്കറി വിളിച്ചാൽ പ്രോഫിറ്റൊക്കെ വരും, ഇല്ല അതൊന്നുമില്ല. പക്ഷേ ഒരു
ലൈഫ് ലോങ്ങിലേക്ക് അത് പോരാന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് സമയമുള്ള ടൈമിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം, ഈസി ആയിട്ട് എൻട്രികൾ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ എൻട്രി. നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റിക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരണം. അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരാൾക്കും നിങ്ങളെ സെപ്പറേറ്റ് വന്നിട്ട് പ്രോഫിറ്റിലാക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം പ്രോഫിറ്റിലാകാൻ. ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് പ്രോഫിറ്റിക്ക് വരണം. അല്ലാണ്ട് കൊല്ലങ്ങളോളം നിങ്ങളെ പിന്നാലെ നടക്കാനൊന്നും എന്നെ കൊണ്ടൊന്നല്ല ആരെ കൊണ്ടും പറ്റില്ല. ഇതാണ് സത്യത്തിൻ്റെ ഉള്ളിലത്തെ, മനസ്സിലായാലും. ആ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അത്രയ്ക്ക് എന്നിട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇനി തിങ്കളാഴ്ച ട്രേഡിങ്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ആണ്. ഓക്കെ ബൈ.